കേരള കത്തോലിക്ക സഭയിൽ സമൂഹ നന്മയ്ക്കു വേണ്ടി നിശബ്ദമായ സേവനം ജീവിത ലക്ഷ്യമാക്കിയ ഒരു വൈദികൻ. ക്രിസ്തുവിൻ്റെ ആ മഹാസ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു പുരോഹിതൻ. ഫാദർ റോയ് മാത്യു വടക്കേൽ. അമ്മ, പരിശുദ്ധി അമ്മ എൻ്റെ ജീവിത യാത്രയിൽ എന്നെ ഏറെ സ്വാധീനിച്ചവളും എൻ്റെ ജീവിതയാത്രയിൽ എന്നെ ഞാനാക്കുന്നതിന് എൻ്റെ കൂടെയുണ്ടായിരുന്ന അമ്മയുമാണ്. ചെറുപ്പകാലം മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ അമ്മയിലൂടെ തന്നെ ആണ് എനിക്ക് ഇടവന്നത്. ആ ഒരു അനുഭവം എൻ്റെ തുടർന്നുള്ള എല്ലാ യാത്രകളിലും ഒരമ്മയുടെ സാമീപ്യത്തിൽ നിന്ന് വളരുവാനും ഞാൻ ഇന്നായിരിക്കുന്ന ഈ ജീവിത നിലയിലേക്ക് ഉയരുവാനും എന്നെ സഹായിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരമ്മ കൂടെ നിന്നെങ്ങനെ എന്നെ വളർത്താമോ, എന്നെ നയിക്കാമോ, ആ വിധത്തിൽ എന്നെ നയിച്ച വലിയ അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇപ്പോൾ നിലകൊള്ളുക. ചെറുപ്പകാലങ്ങളിൽ അമ്മ എന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന ചൊല്ലി പഠിപ്പിച്ച നാൾ മുതൽ, പ്രത്യേകിച്ച് അന്ന് ദേവാലയത്തിൽ ഉണ്ടായിരുന്ന നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ നിർബന്ധമായും ആദ്യകാലങ്ങളിൽ എന്നെ പറഞ്ഞു വിട്ടുവെങ്കിൽ തുടർന്ന് അത് എനിക്കൊരു ഭക്തിയുടെയും ഒരാവേശത്തിൻ്റെയും ഒരനുഭവത്തിൻ്റെയും പശ്ചാത്തലത്തിലൂടെ വളർന്ന് അമ്മ എൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്നവളായി മാറുവാൻ ഇടവന്നു. എൻ്റെ സെമിനാരി കാലഘട്ടം മുതൽ തുടർന്ന് ഞാൻ ബോധപൂർവം അമ്മയെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാനും ഇടവന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പുരോഹിതനായതിനു ശേഷം എൻ്റെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലും, പ്രത്യേകിച്ച് അമ്മയെ പ്രത്യേകമായി വണങ്ങുന്ന ദിവസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചെയ്തത്. ഞാൻ എൻ്റെ ആദ്യ അപ്പോയിൻമെൻറ്റ് കത്തീഡ്രൽ ദേവാലയത്തിൽ ആകുമ്പോൾ ഞാൻ ദേവാലയത്തിലേക്ക് വീട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും ആരാധ്യമായി കരുതുന്ന കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിൽ വന്ന് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുക. തുടർന്നുള്ള എൻ്റെ ജീവിത യാത്രകളിൽ പ്രത്യേകിച്ച് നല്ല സമ്പ്രദായൻ ആശ്രമം ഞാൻ തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ അമ്മയോട് മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. മാത്രമല്ല ഓഗസ്റ്റ് 15, 1997 കല്ലിട്ട് ആരംഭിക്കുക അമ്മയുടെ പ്രത്യേകമായ ആ ദിനത്തിലാണ്. തുടർന്ന് ആ ഭവനത്തിൽ കയറി താമസിക്കുക, വെഞ്ചരിപ്പ് നടത്തി ഭവനത്തിലേക്ക് കയറിയതും 98 ഓഗസ്റ്റ് 15-നാണ്. തുടർന്ന് ഉള്ള ഓരോ പ്രത്യേക ശുശ്രൂഷാ ഭവനങ്ങൾ ആരംഭിച്ചപ്പോഴും മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ആണ്. ചോറ്റുപാറയുള്ള ജീവന ആശ്രമം ആരംഭിക്കുക മംഗളവാർത്താ തിരുനാളായ മാർച്ച് 25-നാണ്. അതേ മാർച്ച് 25-ന് മറ്റൊരു വർഷമാണ് മരിയ ഭവൻ ആരംഭിക്കുക. അപ്പോൾ ഇങ്ങനെ എൻ്റെ പൗരോഹിത്യ യാത്രയിൽ ഞാൻ പ്രധാനമായും ആരംഭിച്ച എല്ലാ ശുശ്രൂഷകളും മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥതയിൽ മാതാവിൻ്റെ പ്രത്യേക ദിനങ്ങളോട് ചേർന്നാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ ചെറുപ്പകാലം മുതൽ എനിക്ക് ലഭിച്ച അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത, എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുന്ന ഒരു വലിയ ശക്തിയായി, ഒരമ്മയായി കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ചൈൽഡ് ലൈനിൻ്റെ അടുത്ത കാലത്ത് വന്ന ആ ഒരു കേസ് എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? പേരൻസിൻ്റെ സഹകരണം ഉണ്ടോ, അതോ അവർ നിസ്സഹകരണമാണ് ചെയ്യുന്നത്? പേരൻസ് ആദ്യമൊക്കെ ഭയങ്കര നിസ്സഹകരണമായിരുന്നു. ഈ കുട്ടിയെ വളരെയധികം കുറ്റപ്പെടുത്തൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടിയാണേലും ആദ്യം എന്നെ കാണാൻ വന്നപ്പോൾ അതിന് ആദ്യം തന്നെ പേരൻസ് അവളെ വേറെ എങ്ങാണ്ട് ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ കൗൺസിലർ എന്തോ ചോദിച്ചപ്പോഴത്തേന് ഇവൾ ആ ദേഷ്യമായിട്ട് ഇറങ്ങി ഓടി. അതേസമയം എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ, കുട്ടിയെ കൊണ്ടുവരുമ്പോൾ തന്നെ അവൾ ആ ഒരു
ഫേസോട് കൂടിയാണ് വന്നത്. സംസാരിച്ചതിനോട് ഒരു നോർമൽ സിറ്റുവേഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ഫേസ്, അത് കഴിഞ്ഞ് ആദ്യം അമ്മയെ ഞാൻ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് മകളെ ഞാൻ ആദ്യം പുറത്ത് പോയി അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തൊന്ന് ശാന്തമാക്കി. അത് കഴിഞ്ഞ് അമ്മ പോയി കഴിഞ്ഞാൽ ഇവളെ വിളിച്ചത്. അപ്പോഴത്തേനും അവൾ നല്ല മയമായിട്ട് എന്നോട് സംസാരിക്കാനും, അപ്പോൾ അവളുടെ കൂടെ വന്ന അവളുടെ ചിറ്റപ്പൻ തന്നെ എന്നോട് പറഞ്ഞു, ഓ ഇതെന്തൊരു വ്യത്യാസം, ഇവള് വന്ന രീതിയും ഇപ്പോൾ സിസ്റ്ററിനോട് സംസാരിക്കുന്നതും എന്തൊരു വ്യത്യാസമാണ്. എനിക്ക് ഈ ബഹുമാനപ്പെട്ട സിസ്റ്ററെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമാണുള്ളത്. വളരെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ നിർവഹിക്കുന്ന കോൺഗ്രിഗേഷനിലെ അംഗമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ ആലീസ്. സിസ്റ്റേഴ്സ് അഡോറേഴ്സ് എന്ന കോൺഗ്രിഗേഷൻ സ്പെയിനിൽ ആരംഭിച്ച ഒരു സഭയാണ്. അവരുടെ മിഷൻ എന്നുള്ളത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള സ്ത്രീകളുടെ സമുത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളതാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ കോൺഗ്രിഗേഷൻ ഇന്നും അതേ മിഷൻ മാത്രമേ ഏത് രാജ്യത്തായാലും അവർ നിർവഹിക്കുന്നുള്ളൂ. വളരെ പ്രൊവിഡൻഷ്യലായിട്ടാണ് സിസ്റ്റമായിട്ട് പരിചയപ്പെടുവാൻ ഇടവന്നത്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വീക്കർ സെൻറ്ററിനോട് ചേർന്ന് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് മിഷനിലാണ് സിസ്റ്റർ പ്രവർത്തിക്കുക. ഇവിടെ അടുത്തുള്ള DYSP ഓഫീസിൽ സിസ്റ്ററിൻ്റെ സേവനം ലഭ്യമാണ്. കൂടാതെ വി കെയർ സെൻറ്ററിനോട് ചേർന്നുള്ള ചൈൽഡ് ലൈൻ തുടങ്ങിയ മിഷനുമായി ചേർന്ന് ജീവിതത്തിൻ്റെ യാത്രയിൽ വഴിയിൽ പലവിധ പ്രതിസന്ധികളിലേക്ക് വരാൻ ഇടവന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള സേവനമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ ആലീസ് നിർവഹിക്കുക. സിസ്റ്ററിൻ്റെ മിഷനെക്കുറിച്ച് ഏതാനും വാക്കുകൾ ഇപ്പോൾ സിസ്റ്റർ നമ്മളെ പങ്കുവയ്ക്കുന്നതാണ്. ഞാൻ സിസ്റ്റേഴ്സ് അഡോറേഴ്സ് എന്ന കോൺഗ്രിഗേഷനിലെ അംഗമാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒറ്റ മിഷൻ ഞങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളോട്, പ്രത്യേകിച്ച് സമൂഹത്താൽ തിരസ്കരിക്കപ്പെട്ട വേശ്യകൾ എന്ന, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന, അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടേതൊരു ഡുവൽ മിഷനാണ്, അഡോറേഷൻ ഓഫ് ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ്. ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്നാണ് ഞങ്ങൾക്ക് പ്രചോദനവും ശക്തിയും നൽകുന്നത്. ഈ ചുമന്ന തെരുവിലുള്ള സ്ത്രീകളോട് സംസാരിക്കുന്നതിനും അവരുടെ കൂടെ അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ പ്രത്യേകിച്ച് അഡോളസൻസ് ആയിട്ടുള്ള കുട്ടികൾ, പെൺകുട്ടികൾ കൂടുതലായി ലൈംഗിക പീഡനങ്ങൾക്ക് അടിമപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയും യുവതികളായ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ പലയിടങ്ങളിലും, ഇന്ത്യയിലും പുറത്തും പലയിടങ്ങളിലും സമുദ്ധാരണ സെൻറ്ററുകൾ നടത്തുന്നുണ്ട്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഇവരെ ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും വളരെ അധികം എനിക്ക് പ്രചോദനം തരുന്നതുമായ ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് ഇന്ന് കുടുംബങ്ങൾ തകരുന്ന ഈ സമൂഹത്തിൽ പല സ്ത്രീകൾക്കും അവർക്കൊരു സപ്പോർട്ടോ ഒരു ബലമോ, അതുപോലെ തന്നെ പല സ്ത്രീകളും പല പെൺകുട്ടികളും ഇന്ന് ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ടെന്നുള്ളത് സത്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക. ഞങ്ങളുടെ മഠസ്ഥാപകയായ വിശുദ്ധ സെയിൻറ്റ് മരിയ മിഖായല പറഞ്ഞ ഒരു വാക്യം ഞാനിവിടെ ഓർക്കുകയാണ്. ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയും എൻ്റെ പരിശുദ്ധ കുർബാനയിലിരിക്കുന്ന ഈശോയ്ക്ക് വേണ്ടിയും മാത്രമാണ് എൻ്റെ ജീവിതം ഞാൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്നത് എന്നാണ്. അത് ഞാനിവിടെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ ആ പ്രചോദനം എടുത്തുകൊണ്ട് വീണ്ടും ഞാൻ ഇതിനു വേണ്ടി മാത്രം എൻ്റെ ജീവിതം അഡോളസൻസ് ആയിട്ടുള്ളവർക്ക്, യുവതികൾക്കായിട്ടുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി വളരെ പ്രത്യേകിച്ച് ലൈംഗിക പീഡനം അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് എൻ്റെ ജീവിതം ഞാൻ കാഴ്ചവെക്കുന്നത്.
ബഹുമാനപ്പെട്ട സിസ്റ്റർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. സമൂഹത്തിൽ നമ്മളാരും സ്വീകരിക്കുവാൻ മനസ്സുപോലും കാണിക്കാത്തവർക്ക് വേണ്ടി മാത്രമായ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുകയും ആ കോൺഗ്രിഗേഷൻ ഇന്നുവരെയും അതേ മിഷൻ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധീരമായ കാര്യസ്ഥത്തിൻ്റെ പിൻഗാമികളായി മുന്നോട്ട് പോകുവാൻ ധീരമായി ഇന്നും ബഹുമാന സിസ്റ്റർ ആലിസിനെ പോലെയുള്ളവർ കടന്നു വരുന്നുവെന്നുള്ളത് ഏറെ അഭിനന്ദനീയമായ കാര്യമാണ്. ഈ കോൺഗ്രിഗേഷൻ മുഴുവനായി മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് സിസ്റ്ററിനെ ഈ അവസരത്തിൽ പ്രത്യേകമായി നന്ദി അർപ്പിക്കാം. ഞാൻ ഒരു കാര്യം കൂടി സിസ്റ്ററിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മിഷനിൽ പ്രത്യേകമായി പ്രവർത്തിക്കുമ്പോൾ തൻ്റെ ദൈവവിളി കൂടുതൽ കണ്ടെത്തുവാനും ഈ ദൈവവിളി സ്വീകരിച്ച് മുന്നോട്ട് വന്നപ്പോഴും ഉണ്ടായ ഏതെങ്കിലും ദൈവവിളിയുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവമോ സംഭവമോ പറയാൻ സാധിക്കുമോ? എൻ്റെ ദൈവവിളി എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ദിവ്യാരാധന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയോടുള്ള ആരാധന എനിക്കൊരു വളരെ പ്രചോദനവും എനിക്ക് വളരെ ഒരു ഇഷ്ടപ്പെട്ട കാര്യവുമായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ ഞങ്ങൾക്ക് ആദ്യ വെള്ളിയാഴ്ചയൊക്കെ ആരാധനയുള്ളപ്പോൾ എനിക്കതിൽ പങ്കെടുക്കുവാൻ വളരെയധികം താല്പര്യവും ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു കുർബാനയുടെ മുമ്പിലിരിക്കും. ഇത് ആരുമില്ലാതെ എനിക്ക് തന്നെ ഒന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ആരാധിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ ഓർക്കും, ഞാനതൊരു സെൽഫിഷായിട്ട് ചിന്തിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ സിസ്റ്റേഴ്സിനെ എന്നെ ഞങ്ങളുടെ പാരീഷിൽ ഇടവകയിൽ ഈ കന്യാസ്ത്രീകൾ ഒരു സ്പെയിനിൽ നിന്നുമുള്ള ഒരു കന്യാസ്ത്രീയും വേറെ കേരളത്തിൽ നിന്നുള്ള ഒരു കന്യാസ്ത്രീയും കൂടിയാണ് അവിടെ വന്നതും ഞങ്ങളുടെ വികാരിയച്ഛൻ ഞങ്ങളെ ഞാനന്ന് യൂത്തിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വികാരിയച്ഛൻ ഞങ്ങളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്കൊരു വളരെയധികം ഇഷ്ടം തോന്നി. ഈ ഒരു പരിശുദ്ധ കുർബാനയുടെ ആരാധന എന്നുള്ള ഒരു സമൂഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ കൂടി. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു പെൺകുട്ടി, ഞാൻ വഴിയെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ഞാൻ കാണുന്നു. പെൺകുട്ടിയുടെ പുറകെ കുറേ ആൺ സുഹൃത്തുക്കളാണോ എന്താണെന്ന് എനിക്കറിയില്ല, അവർ ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി കാറിക്കൊണ്ട് ഓടി ചെന്ന് കയറിയത് ഒരു മഠത്തിൻ്റെ വാതിലിലോട്ടാണ്, ഗേറ്റിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് നോക്കി ഇതെന്താ സംഭവം എന്ന് കരുതിക്കൊണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഓടിക്കയറിയതും ഒരു സിസ്റ്റർ വന്ന് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഈ സിസ്റ്റർ ഇറങ്ങി വന്ന് അപ്പോൾ അവൾ പറഞ്ഞു, സിസ്റ്ററെ എന്നെ രക്ഷിക്കണം, എന്തേ പുറകെ കുറേ ആൺകുട്ടികൾ എൻ്റെ പുറകെ, എനിക്കറിയില്ല അവരെന്തിനു വരുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ ആ സിസ്റ്റർ നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ കുട്ടിയെ താങ്ങിയെടുത്ത് അകത്തോട്ട് വിട്ടതിന് ശേഷം ഈ സിസ്റ്റർ പുറത്തു ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ഈ ആൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇവരെ ചൂളിക്കൊണ്ട് പോകുന്നതായാണ് ഞാൻ കണ്ടത്. അത് തീർച്ചയായിട്ടും എനിക്കൊന്നും അറിയാൻ മേലാത്ത ഒരവസ്ഥയാണ് അന്നേരം, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനിങ്ങനെ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഇതെന്തായിരിക്കും, ഇതെന്താ, ആ സിസ്റ്റർ എന്ത് ചെയ്ത് കാണും. പിന്നെ വീണ്ടും ഞാൻ ആ കോൺവെൻറ്റിൽ ചെന്നു. പക്ഷേ ഞങ്ങളുടെ തന്നെ ഒരു കോൺവെൻ്റ് ആയിരുന്നു അത്, എനിക്കറിയില്ല ഇത് ഞങ്ങളുടെ തന്നെ സമൂഹത്തിൻ്റെ ഒരു കോൺവെൻ്റ് ആണെന്നുള്ള വിവരം. അപ്പം ഞാൻ ആ സിസ്റ്ററിനെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു നീ എന്തിനാ ഈ കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ വിചാരിച്ചു എന്നെ ഈ ബോയ്സ് അയച്ച ഒരു ദൂതനോ എങ്ങാനും ആണെന്ന് സിസ്റ്റർ വിചാരിച്ചോന്നറിയില്ല. ആദ്യമൊക്കെ അല്ല സിസ്റ്ററെ, ഞാൻ അന്ന് കണ്ടായിരുന്നു ആ ആൺകുട്ടികൾ ഇവിടെ ഓടിച്ചുകൊണ്ടൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ പതുക്കെ സിസ്റ്റർ എന്നെ വിശ്വസിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ആ കുട്ടി ഇവിടെ ഞങ്ങളുടെ അടുത്ത് സുരക്ഷിതമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതെനിക്കൊരു വളരെ അപ്പോൾ എനിക്ക് പരിശുദ്ധ കുർബാനയും ആ ഒരു കുട്ടികൾ എനിക്ക് തോന്നുന്നത് അവളന്ന് ഓടി രക്ഷപ്പെട്ട് ആ കന്യാസ്ത്രീ മഠത്തിൽ പോയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആൺകുട്ടികൾ അവളെ പിച്ച് ചീന്തുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു എനിക്ക് പല പ്രാവശ്യവും ആ ഒരു ഭയമായ ചിന്ത വന്നു. പക്ഷേ ഇങ്ങനെ ഈ വിവരം കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. എനിക്ക് കൂടുതലും ഇതിനോട് ചേർന്ന് ഈ മിഷനോട് ചേർന്ന് തന്നെ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി. ഞാൻ അങ്ങനെയാണ് ഈ കോൺവെൻറ്റിൽ തന്നെ ചേർന്നത്.
സിസ്റ്ററിൻ്റെ ഏറെ പ്രചോദനാത്മകമായ വാക്കുകൾക്ക് നന്ദി പറയുന്നു. വിവിധ രാജ്യങ്ങളിൽ ഒക്കെ സേവനവും ശുശ്രൂഷയും ചെയ്തതിന് ശേഷം കാഞ്ഞിരപ്പള്ളിയിലെത്തി ഇവിടെ പോലീസ് സ്റ്റേഷനുമായും രൂപതയുടെ പ്രവർത്തനങ്ങളുമൊക്കെ ചേർന്ന് ഈ ഒരു മിഷൻ തുടരുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിലേറെ സന്തോഷമുണ്ട്. സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുക, എല്ലാ ആശംസകളും നേരുകയും ചെയ്യും. സ്തുതിയായിരിക്കട്ടെ. സമൂഹത്തിൻ്റെ ഏറെ ശ്രദ്ധ ആവശ്യമായ മേഖലയിൽ പുതിയ സ്വപ്നവുമായി യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്ന റോയി അച്ഛന് ഇനിയും ഏറെ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. തൻ്റെ വിളിയുടെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുന്ന പ്രവർത്തന മേഖലകൾ തിരഞ്ഞെടുക്കാൻ ഈ വൈദികനെ പ്രചോദിപ്പിക്കുന്നത് ദൈവം തന്നെയാണ്. സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി ദൈവത്തിൻ്റെ സ്വപ്നത്തോടും പദ്ധതിയോടും ചേർന്ന് അവർക്ക് അവകാശപ്പെട്ടത് മുഴുവനും നൽകാൻ ഇദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ഏറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം. സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി സഭ പുലർത്തുന്ന ഉന്നതമായ കാരുണ്യവും നീതിബോധവും നാം ഈ വൈദികനിലൂടെ തിരിച്ചറിയുന്നു. ഏഞ്ചൽസ് വില്ലേജ് എന്ന പേരിൽ നാം ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷകൾ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പഠന പരിശീലന പുനരധിവാസത്തിന് വേണ്ടിയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് കാഞ്ഞിരപ്പള്ളി രൂപത വിഭാവനം ചെയ്യുക. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പഠനം, പരിശീലനം, പുനരധിവാസം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം ഈ കാണുന്ന കെട്ടിട സമുച്ചയം പണി ആരംഭിച്ചിരിക്കുക. ഈ വലിയ ഒരു സ്വപ്നം രൂപത ഏറ്റെടുക്കാനുള്ള കാരണം സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും ഏറ്റവും പരിഗണന ആവശ്യമുള്ള ഒരു ശുശ്രൂഷയാണെന്നുള്ള തിരിച്ചറിവാണ്. എന്നാൽ ഏറ്റവും പരിഗണന ആവശ്യമുള്ള ഇവർക്ക് അവഗണനകൾ മാത്രമെന്ന നിലയിൽ നാം ഇന്ന് കാണുമ്പോൾ സഭയുടെ ധാർമ്മികമായ വലിയ ഉത്തരവാദിത്വമെന്ന നിലയിൽ ഇത് ഏറ്റെടുക്കുവാനുള്ള കാരണം വിശുദ്ധ ബൈബിളിൽ അന്ധനായ മനുഷ്യനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ ഈ അവസ്ഥയിലെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടിയുണ്ട്. ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ അല്ല, മറിച്ച്
ആരുടെയും പാപത്തിൻ്റെ ഫലമെന്നതിനേക്കാൾ ദൈവത്തിൻ്റെ മഹത്വം ഇവനിലൂടെ നിറവേറുവാൻ വേണ്ടിയാണ്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഒരു മകനോ മകളോ ഒരു മാതാവിനും പിതാവിനും ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കുടുംബം ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, നിരാശപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഞാനും നമ്മളടങ്ങുന്ന സമൂഹവുമാണ് കാരണക്കാരെന്നുള്ള ബോധ്യമാണ് ഇതിന് പിന്നിലുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകളോടുകൂടി ആണെങ്കിലും ഈ ഒരു പദ്ധതിക്ക് നാം രൂപം കൊടുക്കുവാനുള്ള കാരണം സഭയുടെ പ്രഥമമായ ധർമ്മമാണ് ഇത് എന്നുള്ള തിരിച്ചറിവാണ്. ഈ ധർമ്മ നിർവഹണത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് പൊൻകുന്നത്ത് ആരംഭിച്ച ആശാനിലയം സ്കൂൾ ആധുനിക സൗകര്യങ്ങളോടുകൂടി 40,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗായി ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് ഇവർക്ക് വേണ്ടിയുള്ള ബോർഡിങ്, ഇവർക്ക് വേണ്ടിയുള്ള ആജീവനാന്ത പുനരധിവാസ കേന്ദ്രം, തൊഴിൽ പരിശീലന കേന്ദ്രം എന്നിവയുടെയും പണികൾ ആരംഭിക്കുകയാണ്. ഇവിടെ എടുത്തു പറയാൻ ആരംഭിക്കുന്ന മറ്റൊരു വലിയ ശുശ്രൂഷ, ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളോടൊപ്പം മാതാപിതാക്കൾക്ക് ആജീവനാന്തം താമസിക്കാൻ പറ്റുന്ന ഏഞ്ചൽസ് ഹോം എന്നുള്ള വലിയൊരു ശുശ്രൂഷ നമ്മളിവിടെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഇതിനോട് ചേർന്നുള്ള മറ്റു വലിയ ഒരു ചിന്തയുണ്ട്. ഇത് ഒരു പൗരൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ മൗലിക നിയമമാണ്. കാൺബഡ്ഡു ഒരു മനുഷ്യനാണെങ്കിൽ, ക്രിസ്ത്യാനിയാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുന്നത് തെറ്റാണ് എന്നാണ് മാർപ്പാപ്പ പഠിപ്പിക്കുക. അപ്പോൾ ഈ മൗലിക നിയമ നിർവഹണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് അവന് നൽകേണ്ട ഒരു ഔദാര്യമല്ല, മറിച്ച് അവന് ലഭിക്കേണ്ട ഒരു അവകാശമാണ്. നമ്മെ സംബന്ധിച്ച് ഇത് നമ്മുടെ ഒരു ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ കടമയാണ്. തങ്ങൾക്കിങ്ങനെ ഒരു കുഞ്ഞുണ്ടായല്ലോ എന്നുള്ള ദുഃഖത്തിൽ കഴിയാതെ അവർക്കും ഈ കുഞ്ഞുങ്ങളോടൊപ്പം ആജീവനാന്തം ജീവിക്കുവാനും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പരിചരണം നൽകി മുന്നോട്ട് പോകുവാനുള്ള അവസരമാണ് ഏഞ്ചൽസ് ഹോമിൽ നമ്മളിവിടെ ക്രമീകരിക്കുക. ഇവിടെ ഇവർക്ക് വേണ്ടി പ്രത്യേകമായ വില്ലാ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നു. ഈ കോമ്പൗണ്ടിലുള്ള തൊഴിൽ പരിശീലനമാകാം, സ്പെഷ്യൽ എഡ്യൂക്കേഷനാകാം, ഇതര എന്തൊക്കെ സൗകര്യങ്ങൾ ഇവർക്ക് ഇവിടുന്ന് ലഭ്യമാകുന്നു അതൊക്കെയും സൗജന്യമായി ഇവിടെ കൊടുക്കുവാനുള്ള സംവിധാനവുമാണ് രൂപത വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ വരുവാൻ പൊതുസമൂഹത്തിൽപ്പെട്ട നമുക്ക് വലിയ കടമയുണ്ട് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധ പിതാവ് പറഞ്ഞു, സഭയെ സംബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനവും നീതി നിർവഹണവും എന്നുള്ളത് ഒരു പ്രഥമമായ കാര്യം എന്നതിനേക്കാൾ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി, ഇത് സഭയുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്നാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞത്. ഏഞ്ചൽസ് വില്ലേജ് മാലാഖമാരുടെ ഗ്രാമമാണ്. ഈ ലോകത്തിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഇവരല്ലാതെ മറ്റ് ആരാണുള്ളത്? അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി ആണ് മാലാഖമാരുടെ ഗ്രാമം ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നവരോട് പറയുവാനുള്ള പ്രഥമമായ ചിന്ത ഇതാണ്: ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാധ്യതകൾ ബലമില്ലാത്തവന് ബലമാകുവാനും, കരമില്ലാത്തവന് കരമാകുവാനും, സ്വരമില്ലാത്തവന് സ്വരമാകുവാനുമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ പ്രഥമവും പ്രധാനവുമായ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം പരാശ്രയമുള്ളവന് വേണ്ടി ജീവിക്കുക, നിലകൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ കാഞ്ഞിരപ്പള്ളി രൂപത ഏറ്റെടുക്കുന്ന ഈ ഒരു ശുശ്രൂഷയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമാണുള്ളത്. അങ്ങനെ നല്ലൊരു മനുഷ്യനായി, നല്ലൊരു ക്രിസ്ത്യാനിയായി ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് ഈ ധർമ്മം ഏറ്റെടുക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഈ ഏഞ്ചൽസ് വില്ലേജിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിൻ്റെ സ്വപ്നമായ മാലാഖമാരുടെ ഗ്രാമം തൻ്റെ ദൈവവിളിയുടെ ദൗത്യമായി ഏറ്റെടുക്കുന്ന ഈ വന്ധ്യവൈദികനോടൊപ്പം നമുക്കും കൈകൾ കോർക്കാം. ഈ ഭൂമിയിൽ സ്വർഗം പണിയാൻ.